Hi dears, Nishi's Kitchen Vlogs swagatham. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കിടിലൻ ചിക്കൻ കറിയാണ്. മലായ് ചിക്കൻ. ചപ്പാത്തിന്റെ കൂടെയും റൊട്ടിന്റെ കൂടെയും വൈറ്റ് റൈസിന്റെ കൂടെയും ദോശന്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ്. അപ്പത്തിന്റെ കൂടെയാണ് സൂപ്പർ കോമ്പിനേഷൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഇതിന്റെ ഗ്രേവിക്ക് വേണ്ടി കുറച്ച് ചേരുവകൾ വഴറ്റി അരച്ചെടുക്കണം. ഞാനിവിടെ കുറച്ച് വലിയൊരു സവാള നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 അണ്ടിപ്പരിപ്പ് രണ്ടായി പിളർന്നെടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് എടുക്കാം. ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഈ എടുത്തു വെച്ച ചേരുവകളെല്ലാം ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോ ഉള്ളിന്റെയും അണ്ടിപ്പരിപ്പിന്റെ എല്ലാം കളർ മാറി പാകത്തിന് വഴറ്റിയിട്ടായിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വഴറ്റിയെടുത്തതെല്ലാം ഇപ്പം ചൂടാറിയിട്ടുണ്ട്. ഇതിന് മിക്സിയിൽ അരച്ചെടുക്കണം. അത് അരച്ചെടുക്കുന്നതിന് മുമ്പ് ഞാൻ കറിയിലേക്ക് ചേർക്കേണ്ട കുറച്ച് വൈറ്റ് പെപ്പർ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി കാണിച്ചു തരുന്നത്. ഇത് വൈറ്റ് പെപ്പർ. ഇത് മുഴുവനായിട്ട് വാങ്ങിക്കാൻ കിട്ടും, പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. മുഴുവൻ വാങ്ങിച്ച് പൊടിച്ചേരാന്ന് നല്ല ഫ്ലേവർ ഉണ്ടാവല്. എല്ലാ സ്പൈസസും പൊടി വാങ്ങിക്കുന്നതിനേക്കാളും മുഴുവൻ വാങ്ങിച്ച് പൊടിച്ചേരാ ഫ്ലേവർ ഉണ്ടാവല്. ഞാൻ അങ്ങനെയാ ചെയ്യല്. ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. വൈറ്റ് പെപ്പർ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വെള്ള കളറിലുള്ള കറികൾക്കും ചൈനീസ് കോണ്ടിനെന്റൽ ഡിഷസിനും ബ്ലാക്ക് പെപ്പറിനേക്കാളും വൈറ്റ് പെപ്പറാണ് കൂടുതൽ ഉപയോഗിക്കാറ്. ഇനി വഴറ്റിയെടുത്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിനി നന്നായി അരച്ചെടുക്കാം. എല്ലാം കൂടെ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്ത് ഒരു പാത്രം വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ചേർക്കാം. ഞാനിപ്പോ നെയ്യാണ് എടുക്കുന്നത്. നെയ്യ് ചൂടാവുമ്പം ഇതിലേക്ക് ഒരു 2-3 ഏലക്ക ഇട്ട് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ 2-3 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട ഇതെല്ലാം ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഈ പട്ടയും ഗ്രാമ്പും ഫ്രൈ ആയി നല്ല മണം വരുമ്പം ഇതിലേക്ക് മിക്സിയിൽ അരച്ചെടുത്ത് ചേർക്കാം. ഇതിനെ ഇളക്കി വഴറ്റാം. ഏകദേശം ഒരു 2 മിനിറ്റ് വഴറ്റാം. ഈ കുറച്ച് വെച്ച് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ ചേർക്കണം. ഞാനിപ്പോ കുറച്ച് ചിക്കൻ പീസസ് കഴുകിയെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരു 2 മിനിറ്റ് ഇളക്കി വഴറ്റാം. ഇനി ഇതിലേക്ക് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കണം. ഞാനിപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് തീ കുറച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ഇപ്പോ ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വേവാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് സമയമായി. ഇളക്കി ഞാൻ 1-2 വട്ടം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർക്കണം. ഇത് അധികം പുളിയില്ലാത്ത 1/2 കപ്പ് തൈര് മിക്സിയിലിട്ട് ഒരു 3-4 സെക്കൻഡ്സ് അടിച്ചെടുത്താണ്. ഇതിലേക്ക് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം. ഇത് വീണ്ടും അടച്ചു വെച്ച് തീ കുറച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ തൈര് ചേർത്ത് അടച്ചു പോകാൻ വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. ഇതെല്ലാം കൂടെ നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇത് വറുക്കാതെ പൊടിച്ച മല്ലിപ്പൊടിയാണ്, അതുകൊണ്ടാണ് കളർ ഇങ്ങനെ. ഞാൻ കൂടുതലും വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് ചേർക്കാറ്. 1/2 ടീസ്പൂൺ നേരത്തെ പൊടിച്ചെടുത്ത വൈറ്റ് പെപ്പർ പൗഡർ ചേർക്കാം. ഈ വൈറ്റ് പെപ്പർ ഇല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർക്കാം.
1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം. ഇത് ചെറിയ ജീരകം പൊടിച്ചാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കസൂരി മേത്തി ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഫ്രഷ് ക്രീം ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്താൽ കുറച്ച് മല്ലിയില മുറിച്ചത് കൊണ്ട് ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ മലായ് ചിക്കൻ കറി റെഡിയാണ്. ഇതിനി ഒരു ബൗളിൽ വിളമ്പാം. ഇത് കളറ് കാണുന്ന പോലെയല്ല, സൂപ്പർ ടേസ്റ്റ് ആണ്. നടുക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ടാൽ നല്ല സ്റ്റൈലിൽ കാണാൻ. നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. ചപ്പാത്തിന്റെ കൂടെയും റൊട്ടീന്റെ കൂടെയും വൈറ്റ് റൈസിന്റെ കൂടെയും ദോശന്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ്. അപ്പത്തിന്റെ കൂടെയാണ് സൂപ്പർ കോമ്പിനേഷൻ. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.